നമസ്കാരം. ഇന്നത്തെ പത്രത്തെ പരിചയപ്പെടാം. ഇന്നത്തെ പത്രങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ പത്രങ്ങളിൽ പ്രധാനമായും ഇടം പിടിച്ചിട്ടുള്ള വാർത്തകൾ ഒന്ന് സ്വാഭാവികമായും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ നിന്നും മമതാ ബാനർജി ഇറങ്ങിപ്പോയ വാർത്തകളും ഒന്നാം പേജിൽ തന്നെ ചില പത്രങ്ങളെങ്കിലും ഇടം പിടിച്ചിട്ടുണ്ട്. ചില പത്രങ്ങളിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ള വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ പാക് ഭീകരരുമായുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ച വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വിശദമായി പരിശോധിക്കാം. ആദ്യം മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി മാധ്യമം കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രധാന തലക്കെട്ടോടുകൂടി മാധ്യമം പറഞ്ഞിട്ടുള്ള വാർത്ത നീതി ആയോഗ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ മമത ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മൈക്ക് നിശബ്ദമാക്കി തടസ്സപ്പെടുത്തിയെന്ന മമത നിതീഷ് കുമാർ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ മാധ്യമം ഒന്നാം പേജിൽ തന്നെ പ്രധാന തലക്കെട്ടോടുകൂടി അല്ലെങ്കിൽ പ്രധാന വാർത്തയെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഉൾപേജിലാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. പക്ഷേ ഉൾപേജിൽ നൽകിയിട്ടുള്ളത് നീതി ആയോഗ് യോഗം ഐക്യം തകർക്കാൻ മമതയുടെ കുതന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഇടം പിടിച്ചിരിക്കുന്നത്. ഉൾപേജിലാണ് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ് ദേശാഭിമാനി ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നത് കാണാം. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോഴും ഉൾപേജിലേക്ക് ആ വാർത്ത ചുരുങ്ങിയതായി കാണാൻ സാധിക്കും. ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത ഇടം പിടിച്ചിട്ടില്ല. ഉൾപേജിലേക്കാണ് മമതയുമായി ബന്ധപ്പെട്ട വാർത്ത പോയിരിക്കുന്നത്. ഇനി മനോരമയിലേക്ക് വരികയാണെങ്കിലും മനോരമയിലും മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. നീതി ആയോഗ് പ്രതിഷേധിച്ച് മമതയുടെ ഇറങ്ങിപ്പോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അല്പം വലിയ പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ പ്രാധാന്യം ചോരാതെ തന്നെ ഒന്നാം പേജിൽ തന്നെ നൽകാനായിട്ട് മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട വാർത്ത ഉൾപേജിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒന്നാം പേജിൽ തന്നെ വാർത്ത ഇടം പിടിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ദീപിക അതേസമയം തന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മറ്റ് ചില വാർത്തകൾക്കാണ്. നീതി ആയോഗ് യോഗത്തിൽ നിന്ന് മമത വാക്കൌട്ട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. ഏഴാം പേജിലേക്കാണ് വാർത്ത ദീപികയിൽ ചുരുങ്ങിയിരിക്കുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോഴും നീതി ആയോഗുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടില്ല എന്ന് കാണാം. കേരള കൗമുദിയിലും ഉൾപേജിലേക്ക് വാർത്ത മാറിയിട്ടുണ്ട്. ജന്മഭൂമി പരിശോധിക്കുകയാണെങ്കിലും ജന്മഭൂമിയിലും വാർത്ത ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടില്ല. അതേസമയം തന്നെ ജന്മഭൂമിയിൽ മറ്റൊരു പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മനു ഭാസ്കർ ഫൈനലിൽ എന്ന വാർത്തയാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മനു ഭാസ്കർ. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ഇതേ വാർത്ത ആദ്യ ദിനം മനം നിറച്ച് മനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല അല്പം രസകരമായ രീതിയിൽ കൗതുകകരമായ രീതിയിൽ ആകർഷണീയമായ രീതിയിൽ ആ വാർത്ത കൊടുക്കാനായിട്ട് കേരള കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഹോക്കിയിൽ ആവേശ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഹോക്കിയിലുമായുള്ള നേട്ടമെല്ലാം തന്നെ കേരള കൗമുദി ഒന്നാം പേജിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ഇതേ വാർത്ത തന്നെ മെഡൽ പ്രതീക്ഷയിൽ ഇന്ത്യ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാസ്കർ ഫൈനലിൽ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഭാസ്കറുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷ, ഓൾ ദി ബെസ്റ്റ് മനു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ഒരു വാർത്ത നൽകിയിട്ടുള്ളത്. രസകരമായ രീതിയിൽ ആ വാർത്ത അവതരിപ്പിക്കാനായിട്ട് മനോരമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരു ബോക്സിനുള്ളിലാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമി വളരെ രസകരമായ രീതിയിൽ ആകർഷണീയമായ രീതിയിൽ ഇതേ വാർത്ത നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഇന്നത്തെ കളർ പോലും വളരെ വ്യത്യസ്തമാണ്. ഒരു ഷെയ്ഡുകളെല്ലാം തന്നെ വളരെ അട്രാക്ട് ചെയ്യുന്ന ആകർഷണീയമായ രീതിയിൽ നൽകാനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. മെഡൽ മുഴക്കം കാത്ത് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനു ഭാസ്കറിന്റെയും അതുപോലെ തന്നെ ഹോക്കി ടീമിന്റെയും ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് രസകരമായ രീതിയിൽ തന്നെ വാർത്ത നൽകാനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഹോക്കിയിൽ ജയത്തുടക്കം ഷൂട്ടിങ്ങിൽ മെഡലൊച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മനു ഭാസ്കറിന്റെ ഫോട്ടോ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഹോക്കിയുടെ ആ ഫോട്ടോ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഒളിമ്പിക്സിൽ ആദ്യ ദിനം ഇന്ത്യക്ക് മെഡൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. മനു ഭാസ്കറിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഇതിൽ കൊടുക്കുന്നില്ല. റിപ്പീറ്റ്, മനു ഭാസ്കറുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ മാധ്യമത്തിൽ ഇടം പിടിക്കുന്നില്ല. ഇനി മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അർജുനുമായി ബന്ധപ്പെട്ട
വാർത്തയാണ്. മുങ്ങൽ വിദഗ്ധരുടെ തിരച്ചിലും വിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമത്തിൽ ആ വാർത്ത വരുന്നത്. ഇനി അടുത്തത് ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ ദേശാഭിമാനിയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് കയ്യൊഴിഞ്ഞ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശന് പ്രതിപക്ഷ നേതാവിന് തിരിച്ചടി ലഭിച്ചു എന്ന ഒരു വാർത്തയാണ്. രമേശ് ചെന്നിത്തല, മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും KPCC ഭാരവാഹികളും സതീശനെതിരെ വേണുഗോപാലിന്റെ പിന്തുണയും നഷ്ടപ്പെട്ടു. കെ സുധാകരനെ മാറ്റാനുള്ള സതീശന്റെ ശ്രമം പാളുന്നെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളെ സംബന്ധിക്കുന്ന വാർത്തയാണ് ഏറെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ഒരു ഒളിമ്പിക്സിന്റെ ഒരു കാർട്ടൂൺ പോലും കൊടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂൺ സതീശനെ മുരളീധരനും സുധാകരനും ചേർന്ന് ഇടിക്കുന്ന ഒരു ബോക്സിംഗ് രംഗം കൂടി കൊടുത്തുകൊണ്ടാണ് രസകരമായ രീതിയിലും ദേശാഭിമാനി ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാന വാർത്ത ദേശാഭിമാനിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഭൂമിക്കപ്പുറത്തും ഒളിമ്പിക്സ് ആവേശം എന്ന് പറഞ്ഞുകൊണ്ട് സുനിത വില്യംസ് ദീപശിഖ ഏന്തുന്ന ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. രസകരമായ രീതിയിൽ ബോക്സ് അടിച്ചുകൊണ്ട് ആ വാർത്ത നൽകിയിട്ടുണ്ട്. പിന്നീട് ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് 2025 മാർച്ച് 30 പ്രഖ്യാപിക്കും സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കമല ഹാരിസ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അക്വാമാനും ഇറങ്ങിയ ട്രക്കിനടുത്ത് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുന്റെ തെരച്ചിൽ ഇപ്പോഴും വിഫലം തന്നെയാണ്, തിരച്ചിലിൽ തന്നെയാണ്, തുടരുകയാണ്. എല്ലാ പ്രതീക്ഷകളെല്ലാം തന്നെ ഓരോ ദിവസവും പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്ന രീതിയിൽ, എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആ പ്രതീക്ഷകൾ വീണ്ടും ഉദിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകളെല്ലാം തന്നെ ദേശാഭിമാനിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയിൽ മറ്റ് പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത പാക് ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇനി മനോരമയിലേക്ക് വരികയാണെങ്കിൽ പാക് ആക്രമണമാണ് മനോരമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാന വാർത്തയായി മനോരമ നൽകിയിട്ടുള്ളത്. കാശ്മീർ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ, പാക് ആക്രമണം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൈനികന് വീരമൃത്യു, ക്യാപ്റ്റൻ അടക്കം 4 പേർക്ക് പരിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് പ്ലാൻ ബി സാമ്പത്തിക പദ്ധതിയല്ല കേന്ദ്രത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒരു കോട്ട് എന്താണ് പ്ലാൻ ബി എന്നുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് വ്യവസായ പാർക്കുകളിൽ പാട്ട വ്യവസ്ഥ ഉദാരമാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ദീപികയിലേക്ക് വരുമ്പോൾ പ്രകോപനം, പ്രധാനമന്ത്രിയുടെ താക്കീതിന് പിന്നാലെ കാശ്മീർ അതിർത്തിയിൽ പാക് ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈനികന്റെ വീരമൃത്യു സംബന്ധിക്കുന്ന വാർത്ത നൽകിയിട്ടുള്ളത്. സൈനികന് വീരമൃത്യു, പാക് പൗരനും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക വാർത്ത നൽകിയിട്ടുണ്ട്. അതാണ് ഏറെ പ്രാധാന്യത്തോടുകൂടി ദീപിക നൽകിയിരിക്കുന്ന വാർത്ത. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അർജുനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അർജുൻ ദൗത്യത്തിന് മത്സ്യത്തൊഴിലാളികളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്.